Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സാമിന് മികച്ച വിജയം നേടാൻ സാധിക്കുക, ഉയർന്ന മാർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതിൻ്റെ 20 ടിപ്സുകളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 5 2 വീഡിയോസായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പ് സ്കെഡ്യൂള് ഉപയോഗിച്ച് ആരംഭിക്കുക, 2 ശരിയായ സമയ മാനേജ്മെൻറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, 3 നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക, 4 നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാണെന്ന് ഉറപ്പാക്കുക, 5 നിങ്ങളുടെ പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുക. ഈ 5 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളിലും നിങ്ങൾക്ക് ഏകദേശം നല്ല ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടി ഞാനിതാ അടുത്ത 6ാമത്തെ ടിപ്പിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഹൃദയസ്ഥമാക്കിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ബുക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനോ പറഞ്ഞിട്ട് ആ ആളോട് ഇതൊന്ന് വിശദീകരിച്ച് കൊടുക്കുക. എൻ്റെ സിസ്റ്ററായിരുന്നു എന്നെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കൃത്യമായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്, അതിൽ നമുക്ക് തെറ്റുകളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും നമ്മൾ മിസ് ചെയ്ത് പോയിട്ടില്ല എന്ന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ടിപ്പാണ്. ബോർഡ് പരീക്ഷകളിൽ എങ്ങനെ നല്ല മാർക്ക് നേടാമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള ഒരു പഠന പദ്ധതി കൂടിയാണ് ഇത്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് മറ്റൊരാൾക്ക് നമ്മൾ പഠിച്ച കാര്യം വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആരെയും ഈ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ആൾ ഫ്രണ്ടിലുണ്ട്, ആൾക്ക് നമ്മളിങ്ങനെ അതൊരു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പോലെയൊക്കെ ഒരു ഗെയിമായിട്ടൊക്കെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ മറ്റൊരാൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം അത് നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് റീകോളിംഗ് ആണ്. നല്ല രീതിയിൽ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ എനിക്ക് മിസ്സാവുന്ന സമയത്ത് ഇവിടെ കുറച്ചുകൂടെ ബെറ്ററാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ആശയത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഓർമ്മശക്തി അതുവഴി വർദ്ധിപ്പിക്കാനൊക്കെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുന്ന ഒരു നല്ലൊരു തന്ത്രമാണ് ഈ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് പഠിക്കുക എന്നുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാത്തൊരു കുട്ടിക്ക് ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ്. ഒരുപാട് പേർക്ക് അവസാന നിമിഷം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ പോലും മികച്ച വിജയം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു ടിപ്പാണ്. സാമ്പിൾ പേപ്പറുകൾ പരിശീലിക്കുക. അതായത് പ്രീവിയസ് ഇയേഴ്സിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പല സബ്ജക്ട്സുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ മാന്യമായിട്ടുള്ള ഒരു ഹൈ ലെവലുള്ള ഒരു മാർക്ക് വാങ്ങുന്ന പല കുട്ടികളെ പോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ ഒരു പരീക്ഷാ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടും കറക്റ്റാക്കി എഴുതിയെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് പരീക്ഷാ പേപ്പറുകൾ കണ്ട് നല്ല ശീലമുണ്ട്. ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക, അതിൻ്റെ സ്റ്റൈൽ പാറ്റേൺ ഒക്കെ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്യാത്തവർക്കായിരിക്കും ഈ ചോദ്യ പേപ്പറുകൾ പല രീതിയിൽ വരുമ്പോൾ അതിന് ഉത്തരം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൂഗിളിലൊക്കെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കളക്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു വിഷയത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഉറപ്പുള്ള, ഫ്രീക്വൻ്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനും
നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കാനും നിങ്ങൾക്ക് പറ്റും. ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നിലവിലെ ലെവല് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ലെവല് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരു കൈൻഡ് ഓഫ് റിഹേഴ്സലാണത്. ഒരു പരീക്ഷയുടെ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ച് അതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു എക്സാം എഴുതുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര ടൈം ഒരു എക്സാം എഴുതാൻ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും. ഓക്കെ, നമ്മൾ കുറേ കാലം എഴുതാതെ ഇരുന്നിട്ടുള്ള ഒരു സമയത്താണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ നമ്മുടെ കൈ ആ ഒരു എക്സാമിൻ്റെ അനുസരിച്ചുള്ള ഒരു സ്പീഡ് തന്നുകൊള്ളണം എന്നില്ല. അപ്പം അതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുൻകൂറായിട്ട് റിഹേഴ്സൽ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് നമ്മുടെ 8ാമത്തെ ടെക്നിക്കാണ്. ദാറ്റ് ഈസ് സ്കോറിംഗ് വിഭാഗങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. അതായത് പരീക്ഷകളിൽ ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോ വിഷയത്തിനും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഏരിയയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് ഓൾറെഡി ടീച്ചേഴ്സ് ഹിൻസ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിലബസിൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകൾ, ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കൂടുതലായിട്ടും ചോദിക്കുന്നതെന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോറിംഗ് സെഗ്മെൻറ്റുകളാണ്. കാരണം ഒരൊറ്റ വേർഡ് അവിടെ എഴുതിയാൽ മതി, നമുക്ക് 1 മാർക്ക് അവിടെ കിട്ടും. അപ്പം നിങ്ങളുടെ പഠന സ്കെഡ്യൂള് നമ്മൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾ മേഖലകൾ തിരിച്ചിട്ട് എന്ത് വേണം, ഈ സ്കോർ ചെയ്യുന്നതിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ പേപ്പറിൻ്റെ കാര്യമായ വെയിറ്റേജ് ഉണ്ടാക്കുന്ന മറ്റ് വിഭാഗങ്ങൾ, മറ്റ് ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ നോക്കണം. അപ്പം എന്തായാലും ഈ ഏരിയയിൽ നിന്ന് ഈ essay ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പഠിക്കണം എന്നാണ് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അത് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഈ ഏരിയയിൽ നിന്ന് ഒരു മാത്സ് ഫോളോയിങ് ഉണ്ടാവും. ഈ ഏരിയയിൽ നിന്ന് ഇയർ ചോദിക്കും. ഈ ഏരിയയിൽ നിന്ന് ഈ ആളെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനുണ്ടാവും. ഈ ഏരിയയിൽ നിന്ന് ഈ സംഭവത്തിൻ്റെ തുടക്കത്തെ കുറിച്ചിട്ട് ഒരു ലേഖനം എഴുതാനുണ്ടാവും എന്നൊക്കെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയുമ്പോൾ അതങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് എഴുതാം. എന്നിട്ട് അത് നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട്ബുക്കിലേക്ക് അത് അന്ന് തന്നെ അതിൻ്റെ ഒരു കൃത്യമായ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് കുറിപ്പുകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യം അവിടെ ഉണ്ടാകുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ 9ാമത്തെ ടിപ്പിലേക്ക് പോവാണ്. പുനരവലോകനം തുടരുക. അതായത് ഇപ്പോൾ പുനരവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അവസാന പരീക്ഷയ്ക്ക് 1 മാസം മുമ്പെങ്കിലും നമ്മൾ സിലബസ് പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ തയ്യാറെടുപ്പ് തന്ത്രം ഉണ്ടാവേണ്ടിയിരിക്കേണ്ടത്. സോ അവസാന കാലയളവിൽ അധ്യായങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പുനഃപരിശോധിക്കുക, ലൈക്ക് റിവിഷൻ ചെയ്യാമെന്ന് പറയും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് ഞാനത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, പരിശീലനം ചെയ്യാമെന്ന് പറയും. അപ്പോൾ സ്ഥിരമായി നമ്മളിങ്ങനെ റിവിഷനിൽ ഏർപ്പെടുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിൽ നമുക്ക് ആ ഒരു എൻറ്റയർ സിലബസും മനസ്സിലാക്കാനും വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അതുകൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനും അതുവഴി പ്രധാനപ്പെട്ട മെമ്മറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും എടുത്തിടാൻ പറ്റും. ഇതൊരു മെമ്മറി ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് കണക്കാക്കുന്നതാണ്. സോ നിങ്ങൾ ആശയങ്ങൾ നന്നായിട്ട് ഓർക്കുകയും ചെയ്യും. ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് പരമാവധി പൊതുവായ ചോദ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. അത് കൂടാതെ തന്നെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് പാഠങ്ങൾ നിങ്ങളുടെ തലയിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാനാണ് പഴയവ നമുക്ക് ഒന്ന് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്ത് അവിടെ തന്നെ ഉണ്ടെന്ന് ഒരു ഉറപ്പ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
ക്ലിയർ അല്ലേ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ട് ഞാനിത് പഠിച്ചിട്ടുണ്ട്, എനിക്കിത് മറന്നു പോയിട്ടില്ല, എൻ്റെ മൈൻഡിൽ ഇതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ടിപ്പാണ്, 10ാമത്തെ ടിപ്പാണ്, ശരിയായ പഠനയിടം ഉണ്ടായിരിക്കുക. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വൃത്തിയുള്ള പഠനയിടം നിങ്ങളുടെ പരീക്ഷ തയ്യാറെടുപ്പിനുള്ള മികച്ച ഒരു മാനസിക പിന്തുണയാണ്. ഓക്കെ, അതായത് നല്ലൊരു വൃത്തിയുള്ള കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു ഉന്മേഷം തരുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടത്. ടെലിവിഷൻ, ഗെയിമുകൾ, കമ്പ്യൂട്ടർ, അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. നല്ല ഏകാഗ്രതയുള്ള, ശ്രദ്ധ വ്യതിചലിക്കാത്ത രീതിയിലുള്ള പഠന മേഖലയിലായിരിക്കണം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ശരിയായ പഠന ഇടം, എവിടെ നിന്നാണോ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ യോഗ്യമായിരിക്കണം എല്ലാ അർത്ഥത്തിലും. ക്ലിയർ അല്ലേ? സോ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 6 മുതൽ 6, 7, 8, 9, 10, 11, ഓക്കെ, 10 പോയിന്റുകളാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.